എഗ്രിമെന്റ് വൈഫ്. രചന ജുമാന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. ഈ വിവാഹം 1 വർഷത്തേക്കാ. അവന്റെ വാക്കിൽ കേട്ട് റിയയുടെ കയ്യിലെ ചായക്കപ്പ് ചെറുതായി വിറച്ചു. 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ വേർപിരിയും. നിനക്ക് നിന്റെ ജീവിതം, എനിക്ക് എന്റേത്. റിയ അവനെ നോക്കി. മുഖത്ത് യാതൊരു വികാരവുമില്ലാതെ നിൽക്കുകയാണ് ആദിത്യൻ. കേരളത്തിലെ പേരുകേട്ട ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഉടമ. പണം, പേര്, പവർ എല്ലാം ഉണ്ടായിട്ടും അവന്റെ കണ്ണുകളിൽ ഒരു തരം ശൂന്യതയുണ്ടായിരുന്നു. എന്തിനാ ഈ വിവാഹം? അവൾ ശാന്തമായി ചോദിച്ചു. ആദിത്യൻ ചെറിയൊരു ചിരിയിരിച്ചു. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ വിവാഹം കഴിക്കുന്ന കാണുന്നൊരു ആഗ്രഹം പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിവാഹത്തിന് താല്പര്യമില്ല. അമ്മയുടെ ഒരു ആഗ്രഹം ഞാൻ ഇന്നവരെ സാധിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ മുമ്പിൽ നല്ലൊരു കപ്പിളായിരിക്കും നമ്മൾ. 1 വർഷം കഴിയുമ്പോൾ അമ്മയുടെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് ഞാൻ നിനക്ക് ഡിവോഴ്സ് തരും. അവനും നിശബ്ദനായി. അതുകൊണ്ടാണ് ഈ കരാറ്. റിയയുടെ കണ്ണുകൾ നനഞ്ഞു. അച്ഛൻ്റെ ചികിത്സക്കായി ആൾക്ക് വലിയൊരു തുക വേണമായിരുന്നു. അതറിയുന്നവനായിരുന്നു ആദിത്യൻ. ആദിത്യന്റെ ഓഫീസിൽ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തിട്ട് 2 മാസമായപ്പോഴാണ് അച്ഛന് കിഡ്നി തകരാറിലാണെന്ന് തിരിച്ചറിഞ്ഞത്. സർജറിയുടെ ചെലവ് താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഒരു കല്യാണം വേണ്ടെന്ന് ഉറപ്പിച്ചവളായിരുന്നു റിയ. ഒരു യുവാ ജീവിതത്തിലുള്ള യോഗ്യത അവൾക്കില്ലെന്ന് അവൾ സ്വയം വിശ്വസിച്ചിരുന്നു. നിന്റെ അച്ഛൻ്റെ മുഴുവൻ ചികിത്സയും ഞാൻ നോക്കും. പകരം 1 വർഷം എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കണം. അഭിനയം. ആ വാക്ക് അവളുടെ ഹൃദയത്തിൽ വേദനയായി തട്ടി. റിയ വിവാഹത്തിന് സമ്മതിച്ചറിഞ്ഞ അച്ഛനും അമ്മയും വളരെയധികം സന്തോഷിച്ചു. മകളുടെ ഈ അവസ്ഥ അവർക്കെന്നൊരു നോവായിരുന്നു. അച്ഛന് സന്തോഷമായി മോളെ. കഴിഞ്ഞതെല്ലാം മറന്ന് മോളൊരു കല്യാണത്തിന് സമ്മതിച്ചല്ലോ. ഇനി മരിച്ചാലും അച്ഛന് പ്രശ്നമില്ല. അച്ഛൻ കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊരു അഭിനയമാണെന്ന് അച്ഛൻ അറിയില്ലല്ലോ. അതോർക്കെ അവളുടെ ഉള്ളം വിങ്ങി. വിവാഹം വളരെ ലളിതമായ അമ്പലത്തിൽ വെച്ച് നടന്നു. താലി കെട്ടിയ നിമിഷം ഇതൊരു അഭിനയമാണെന്ന് അവൾ മറന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി അവൾ പ്രാർത്ഥിച്ചു. അവന്റെ വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി. കൊട്ടാരം പോലൊരു വീട്, ചുറ്റിലും നിറയെ ജോലിക്കാർ. ഇവിടുത്തെ റൂമിന്റെ വലിപ്പം പോലെ എന്റെ വീടെന്ന് അവൾ മനസ്സിലോർത്തു. തനിക്ക് ആവശ്യമുള്ളൊക്കെ ഈ വാർഡ്രോബിലുണ്ട്. ഡ്രസ്സ് വേണമെങ്കിൽ മാറിയിട്ട് കിടന്നോളൂ. ആദ്യ രാത്രി അമ്മ കൊടുത്തുവിട്ട പാലുമായി മുറിയിലേക്ക് വന്നവളോട് ആദിത്യം പറഞ്ഞു. വാർഡ്രോബ് തുറന്നു നോക്കിയവൾ ഒരു നിമിഷം ഷോക്കായി പോയി. എല്ലാ മോഡലിലും ഫാഷനിലുമുള്ള നിരവധി വസ്ത്രങ്ങൾ. അവൾ അതിൽ നിന്ന് സിമ്പിളായ ഒരു ഡ്രസ്സ് എടുത്ത് ഡ്രസ്സ് മാറി വന്നു. ഞാൻ സോഫയിൽ കിടന്നോളാം. ആദ്യ രാത്രി അവൻ മുറിയിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, കട്ടിൽ കിടന്നോളൂ. കട്ടിൽ ആവശ്യത്തിന് വലിപ്പമുണ്ടല്ലോ. അത് വേണ്ട. റിയ പറഞ്ഞു മുഴുവനാക്കും മുന്നേ ആദിത്യൻ കലിപ്പിച്ച് നോക്കി. റിയ പേടിച്ച് കട്ടിൽ തന്നെ കിടന്നു. അവളുടെ നടുക്ക് അവളെ ഒരു തലയിനെടുത്ത് വെച്ചു. അവളുടെ പരിഭ്രമം കണ്ട് അവൻ ചിരിക്ക് അടിച്ചമർത്തി. രാവിലെ എണീറ്റപ്പോൾ റിയ ആദിത്യന്റെ കൈകൾക്കുള്ളിൽ അവന്റെ നെഞ്ചോരം പറ്റിച്ചേർന്ന് കിടക്കുകയായിരുന്നു. നടുക്ക് തലയിണ വെച്ചാണല്ലോ. ഞാനെങ്ങനെ ഇവിടെ എത്തിയേ? ചിലപ്പോൾ ഉറക്കത്തിൽ നിരങ്ങി വന്നിട്ടുണ്ടാവും. ഭാഗ്യം സാറ് കണ്ടില്ല. അവൾ ജാളിയതയോടെ പതുക്കെ അവൻ ഉണർത്താതെ എണീറ്റു. അവൾ ബാത്റൂമിൽ പോയി കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ആദിത്യൻ എഴുന്നേറ്റിരുന്നു. അവൾ അവനെ ശ്രദ്ധിക്കാതെ താഴേക്ക് പോകാൻ ഇറങ്ങിയതു. റിയ. ആദിത്യന്റെ വിളിയേട്ട് അവൾ നിന്നു. എന്ത് സിന്ദൂരം തൊടാത്ത്? അവന്റെ ആ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ അവൾ നിന്നു. അവൻ എഴുന്നേറ്റ് വന്നൊരു കുങ്കുമച്ചെപ്പെടുത്ത് അവൾക്ക് സിന്ദൂരം തൊട്ട് കൊടുത്തു. അവൾ ഒരു നിമിഷം തരിച്ചുപോയി. എന്റെ താലി നിന്റെ കഴുത്തിലുള്ള കാലത്തോളം നിന്റെ നിറയിൽ സിന്ദൂരം ഉണ്ടാവണം. മറുപടി പറയാതെ അവൾ താഴേക്ക് ഓടി. ആദിത്യനൊരു ചിരിയോടെ നോക്കി നിന്നു. റിയ. അവൾ പതുക്കെ എല്ലാവരോടും ഇണങ്ങി തുടങ്ങി. വീട്ടിലെ ജോലിക്കാരോട് സംസാരിക്കും. അടുക്കളക്കാർ ഭക്ഷണം ഉണ്ടാക്കും. തോട്ടത്തിൽ പൂക്കൾ നട്ടു പിടിപ്പിക്കും. പക്ഷെ ആദിത്യനോട് മാത്രം അവൾ ഒരു അകലം പാലിച്ചു. മോനെ ആദിത്യ, കല്യാണം കഴിഞ്ഞ് ഇതുവരെ അവിടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. നാളെ അവളെയും കൊണ്ട് നീ വിരുന്നിന് പോകണം. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നിടയിൽ അമ്മാവനോട് പറഞ്ഞു. അത് വേണ്ടമ്മേ, അവിടെ ഇത്ര സൗകര്യങ്ങളൊന്നുമില്ല. റിയ മുഖം കുനിച്ചു. പണവും സൗകര്യങ്ങളും നോക്കിയല്ലേ ഞങ്ങൾ ആൾക്കാരെ വിലയിരുത്തുന്നു. മോൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അവൻ വന്നൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ പണവും സ്വത്തും ഒന്നും അല്ല, എൻ്റെ മോനെ നല്ലോണം സ്നേഹിക്കാനുള്ള മനസ്സുള്ള കുട്ടിയായിരിക്കണേന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അമ്മയുടെ ആ വാക്കിൽ കേട്ടപ്പോൾ റിയക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഈ അമ്മയെ പറ്റിക്കാൻ കൂട്ടുന്നതിൽ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്. ഇതുപോലൊരു കരാറിന് കൂട്ടുന്നത് അച്ഛനെ ഓർത്ത് മാത്രമാണ്. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പിറ്റേന്ന് റിയ അവൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. അവനൊരു ബേക്കറിയുടെ മുമ്പിൽ വണ്ടി നിർത്തി. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുന്നില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിക്കോ. ഒന്നും വേണ്ട. റിയയുടെ മറുപടി കേട്ടതും ആദ്യത്തെ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി. തിരിച്ചു വരുമ്പോൾ കൈ നിറയെ കവറുകളുമായി കുറച്ച് സ്റ്റാഫുകൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത്രയൊന്നും വേണ്ടായിരുന്നു. റിയയുടെ സംസാരത്തിന് കടുപ്പിച്ചു നോക്കി ആദിത്യൻ. റിയ പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അച്ഛൻ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ചു വരികയായിരുന്നു. മോളെ കണ്ടതും അച്ഛൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അച്ഛൻ്റെ മുന്നിൽ അഭിനയിക്കാൻ വയ്യാത്തതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. മക്കള് വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിച്ചു. ചേച്ചി, കല്യാണം കഴിഞ്ഞവര് നമ്മൾ മറന്നോ?
ചേട്ടൻ അച്ഛനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരില്ലോ. ഓഫീസിൽ നിന്ന് നേരെ വരുന്നോണ്ടാ ചേച്ചിയെ കൂട്ടാത്തെന്ന് പറയും. ഇത് നോക്ക്, ചേട്ടൻ വാങ്ങി തന്ന ഉടുപ്പാ. സന്തോഷത്തോടെ നേഹ അവളോട് പറഞ്ഞു. ഒരു നിമിഷം റിയ തരിച്ചുപോയി. താൻ ഇതുവരെ സാറിനോട് ശരിക്കൊന്നും സംസാരിച്ചിട്ടില്ല. ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നാൽ തന്നെ ഒഴിഞ്ഞു മാറലാണ് പതിവ്. തന്റെ എല്ലാ കാര്യങ്ങളും ആദിത്യൻ കൃത്യമായി ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ അവൾ വല്ലാതെ ഞെട്ടി. നമ്മുടെ ഭാഗ്യമോളെ ആദിത്യൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും, എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. വേണ്ടാന്ന് എത്ര പറഞ്ഞാലും പോകുമ്പോൾ കുറേ കാശ് തന്നിട്ട് പോകും. മോൻ ഇവിടെ വന്നിരുന്ന് നിന്നോട് പറയണ്ട, കൂട്ടാതെ വന്നതിന് പിണങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടാ ഇവിടെ വരുന്ന കാര്യം ഇതുവരെ പറയാണ്ടിരുന്നത്. പിന്നെ അച്ഛൻ്റെ ചികിത്സയുടെ മൊത്തം പണം മോനല്ലേ ചെലവാക്കിയേ. എൻ്റെ മോൾ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് മോളെ. അതുകൊണ്ടാ മോനെപ്പോലെ ഒരാളെ ഭർത്താവായി കിട്ടിയത് മോൾക്ക്. കേട്ട കാര്യങ്ങളുടെ ഞെട്ടൽ മാറിയില്ലെങ്കിലും ഇതിന് പണയം വെച്ച് സ്വന്തം ജീവിതമാണല്ലോ എന്നോർത്ത് ആൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി. ഇരുവരും വൈകുന്നേരം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ പാവങ്ങൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കുന്നത്? ഇതൊക്കെ അഭിനയാണെന്ന് അറിയുമ്പോൾ അവർ തകർന്നു പോയില്ലേ? ഉള്ളിൽ പേടിയുണ്ടെങ്കിലും ഏടുന്നോ ധൈര്യം സംഭരിച്ച് അവൾ ചോദിച്ചു. ഞാൻ അവരോട് കാണിച്ചൊന്നും അഭിനയമല്ല. എൻ്റെ താലി നിന്റെ കഴുത്തിലുള്ള കാലത്തോളം ഇതൊക്കെ എൻ്റെ കടമയാണ്, ആദിത്യൻ പറഞ്ഞു. റിയ പിന്നെ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ആദിത്യൻ പക്ഷെ എവിടെയോ ഒരു ചിരി ചുണ്ടിൽ ഒളിപ്പിച്ചു. പിറ്റേന്ന് അമ്മയുടെ നിർദ്ദേശപ്രകാരം ആദിത്യൻ അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി. സാരി ഉടുത്ത് ഒരുങ്ങി വന്ന റിയയെ കാണെ ആദിത്യൻ കണ്ണെടുക്കാൻ നോക്കി നിന്നു. ആ നോട്ടം കണ്ട് റിയക്ക് വല്ലാതെയായി. അതെ, സാരി നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. പോകുന്ന വഴി അവളെ നോക്കി അവൻ പറഞ്ഞു. അവളതിന് വെറുതെ ഒന്ന് ചിരിച്ചല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവിടെ അടുത്തുള്ള കടയിലുള്ള രണ്ടാണുങ്ങൾ റിയയെ തന്നെ നോക്കി നിൽക്കുന്ന ആദിത്യൻ ശ്രദ്ധിക്കുന്നത്. സാരിയിൽ കുത്തിയ പിന്നഴിഞ്ഞ് വിടവിലൂടെ അവിടെ വയറ് ശരിക്ക് കാണാമായിരുന്നു. അത് നോക്കിയാണ് അവർ കമന്റ് അടിക്കുന്നത്. പക്ഷെ റിയ ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ നോട്ടം കണ്ട ആദിത്യന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവൻ നേരെ പോയി അവരുടെ കരണം നോക്കിയൊന്ന് കൊടുത്തു. നിന്റെ അമ്മയ്ക്കുള്ളത് ഇവിടെ എല്ലാ പെണ്ണുങ്ങൾക്കുള്ളൂ. 10 മാസം ഒരു അമ്മയുടെ വയറ്റ് കിടന്നിട്ട് തന്നെടാ നീ വന്നേ. ദേഷ്യം കൊണ്ട് ആദിത്യൻ വിറച്ചു. ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കായിരുന്നു റിയ. ആദിത്യൻ അവളെയും വലിച്ചിഴച്ച് ആളൊഴിഞ്ഞൊരു കോണിലേക്ക് കൊണ്ടുപോയി. അവളുടെ സാരി വലിച്ച് ഇടുപ്പിൽ കുതി ശരിയാക്കി കൊടുത്തു. അവന്റെ കൈവാരിൽ തട്ടിയപ്പോൾ ആൾക്ക് വല്ലാത്തൊരു വിറയിൽ വന്നു. ആദിത്യൻ അതൊന്നും വകവെക്കാതെ സാരി ശരിയാക്കി കൊടുത്ത് അവളുടെ കൈയും പിടിച്ച് നടന്നു. സാർ എന്തിനാ എന്നോട് ഇങ്ങനെ? വെറും 1 വർഷത്തേക്കുള്ള കരാറല്ലേ ഇത്? പിന്നെ എന്തിനാ ഈ സ്നേഹം കാണിക്കുന്നേ? അവൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദിത്യൻ മുറിയിലേക്ക് വരുന്നത്. അവൾ വേഗം എണീറ്റ് പുറത്തു പോകാൻ നോക്കി. ഞാൻ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല. എന്നെ കാണുമ്പോഴേക്കും ഇങ്ങനെ ഓടുന്നെന്തിനാ? അത് ഞാൻ അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ആള് വിക്കി വിക്കി പറഞ്ഞൊപ്പിച്ചു. അതിനൊക്കെ ഇവിടെ പണിക്കാറുണ്ട്. ഞാൻ നിന്നെ കിട്ടിയത് ഇവിടുത്തെ പണിയെടുക്കാനല്ല, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അമ്മ എന്നെ അന്വേഷിക്കും. അതും പറഞ്ഞുകൊണ്ട് ആൾ പുറത്തേക്ക് ഓടി. അവനൊരു കള്ളച്ചിരിയോടെ നോക്കി നിന്നു. അന്ന് രാത്രി കിടക്കുമ്പോഴാണ് അടിവയറ്റിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടത്. എണീറ്റ് നോക്കിയപ്പോഴാണ് ബെഡ്ഷീറ്റിൽ കിരിഞ്ഞിരിക്കുന്ന രക്തം അവൾ കാണുന്നത്. ദൈവമേ, എന്ത് ചെയ്യും? ഇതിപ്പോ ഡേറ്റ് നേരത്തെ ആയതാ. കയ്യിൽ പാഡ് കരുതിയിട്ടുമില്ല. അമ്മ ഉറങ്ങിക്കാണും. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ആദിത്യൻ മുറിയിലേക്ക് വന്നത്. എന്തു പറ്റിറിയ? അവളുടെ നിൽപ്പും ഭാവം കണ്ട ആദിത്യൻ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ കണ്ണു നിറച്ച് നിന്നു. നിന്നോടല്ലേ ചോദിച്ചാൽ എന്താ പറ്റിയെന്ന് ആദിത്യൻ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അപ്പോഴാണ് അവളുടെ ഡ്രസ്സിലും ബെഡ്ഷീറ്റിലും പടർന്ന രക്തം ശ്രദ്ധിച്ചു. ആദിത്യൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്തേക്കിരുന്നു. മുഖമമർത്തി കരഞ്ഞു. 10 മിനിറ്റിന് ശേഷം ഒരു കാൽപെരുമാറ്റം കേട്ടാണ് റിയ കണ്ണൂർന്ന് നോക്കിയത്. ആദിത്യൻ ഒരു കവർ അവൾക്ക് നേരെ നീട്ടി. ശേഷം പുറത്തേക്ക് നോക്കി. അവളത് തുറന്നു നോക്കിയപ്പോൾ അതിൽ പാഡും ചോക്ലേറ്റ്സും ഐസ്ക്രീമും ചിപ്സും ലേസും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവൾ പേടുമെടുത്ത് ബാത്റൂമിലേക്ക് പോയി. സാർ എന്തിനാണ് എന്നോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നത്? വെറുതെ വാടകയ്ക്കെടുത്ത് ഒരുത്തിയോട് ആരെങ്കിലും സ്നേഹം കാണിക്കൂ? ഇനി സാറിൻ്റെ ഉള്ളിൽ എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ? സാറിൻ്റെ ഓഫീസിൽ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ സാറ് തന്നോടൊരു പ്രത്യേക പരിഗണനയായിരുന്നു. പ്യൂൺ നാരായണനായിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സാർ ഇതുവരെ ആരോടും ചിരിച്ചു പോലും കണ്ടിട്ടില്ല. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു പ്രത്യേക കരുതലാണെന്ന്. അങ്ങനെ ഒരു ദിവസം എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് ക്യാബിലേക്ക് വിളിപ്പിച്ചതാ. അന്നാണ് ഈ കരാറിൻ്റെ കാര്യം തന്നോട് പറഞ്ഞ്. സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു തനിക്ക്. ഇല്ല, താൻ കാടുകയറി ചിന്തിക്കുക. സാറി കാണിക്കുന്ന വെറുതെ ഒരു സാധാപായിരിക്കും. അവൾ മനസ്സിനെ പറഞ്ഞു തിരുത്തി. അവൾ പാഡ് വെച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും ആദിത്യൻ ബെഡ്ഷീറ്റ് മാറ്റിയിരുന്നു. അയ്യോ, ഞാൻ മാറ്റുമായിരുന്നു, അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. അന്നാ ഞാൻ മാറ്റിയ ബെഡ്ഷീറ്റ് മാറില്ലേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അവന്റെ കണ്ണുകളിൽ വല്ലാത്ത വാത്സല്യമുണ്ടായിരുന്നു. ആൾ തന്നെ നോട്ടം താങ്ങാനാവാതെ കണ്ണുകൾ മാറ്റി. തനിക്ക് ഈ ടൈം എന്താ കഴിക്കാൻ ഇഷ്ടമെന്നറിയില്ല, അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ഓപ്പണായിട്ട് പറയണം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. ആളൊന്നും മൂളിയതേ ഉള്ളൂ. കിടന്നതിന് ശേഷവും ആൾക്ക് വല്ലാത്ത വയറുവേദന തോന്നി. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്തുപറ്റി? ഒന്നുമില്ല. പക്ഷെ ആ ഉത്തരത്തിലെ വേദന അവന് മനസ്സിലായി. ആദ്യം ഒരു ഹോട്ട് ബാഗിൽ വെള്ളം നിറച്ചുകൊണ്ടുവന്ന്
ആദ്യം ഒരു ഹോട്ട് ബാഗിൽ വെള്ളം നിറച്ചുകൊണ്ടുവന്ന് അവളുടെ വയറിൽ വെച്ചു കൊടുത്തു. അവൾ പെട്ടെന്ന് ഞെട്ടിണീറ്റു. അയ്യോ വേണ്ട സർ. സാറെന്ന് വിളിക്കാൻ ഇത് ഓഫീസല്ല, എന്റെ വീടാ. ഞാനിപ്പോ നിന്റെ ബോസും അല്ല, ഭർത്താവാ. നിനക്ക് വേദനയുണ്ടെന്നറിയാം. നീ എന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നിടത്തോളം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണ്. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. പിന്നെ അവളൊന്നും മിണ്ടിയില്ല. എന്റെ ഭാര്യ, ആ വാക്കിൽ അവൾ കുരുങ്ങി നിന്നു. വെറും 1 വർഷത്തേക്ക് നീളുന്ന ബന്ധം അവൾ മനസ്സിലോർത്തു. പിറ്റേന്ന് രാവിലെ ഫ്രഷായി താഴേക്ക് പോകുമ്പോൾ സ്റ്റെപ്പിന്റെ അടുത്ത് നിന്ന് അവൾക്ക് തലറങ്ങുന്ന പോലെ തോന്നി. വീഴാനാഞ്ഞതും ആദിയുടെ കൈകൾ കോരിയെടുത്തു. റൂമിൽ കൊണ്ടു കിടത്തി മുഖത്ത് വെള്ളം തെളിച്ചു. എന്താണോ നിനക്ക് പറ്റിയത്? ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ? അവന്റെ സ്വരത്തിൽ പതിവില്ലാത്ത വെപ്രാണം ഉണ്ടായിരുന്നു. ഏയ് ഒന്നുമില്ല. അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. ഒന്നുമില്ലാതെയാണ് തലറങ്ങിയത്. അവൻ വേഗം ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ചെന്ന് അവളെ ചെക്ക് ചെയ്തു. ഹസ്ബൻഡ് ഭയങ്കര കെയർ ആണ് തോന്നല്ലോ. താനൊന്നും തലയിറങ്ങി വീണതിന് ആദ്യം എന്നെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. യു ആർ ലക്കി, ഡോക്ടർ പറഞ്ഞു. അവൾ അതിന് വെറുതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. വൈഫിന് പ്രോബ്ലം ഒന്നുമില്ല, ബ്ലഡ് കുറവാണ്, അനീമിക്കാണ്, ഭക്ഷണം കുറവാണെന്ന് തോന്നുന്നു. ഞാൻ അയൺ ടാബ്ലറ്റ് എഴുതിത്തരാം, അത് കൊടുത്താൽ മതി. ഡോക്ടർ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. മോൾ ഉച്ചക്കൊന്നും കഴിക്കാറില്ല മോനെ. അമ്മ നിർബന്ധിച്ച് എന്തെങ്കിലും കഴിച്ചെന്ന് വരും. മോൻ അവളോട് പറ ശരിക്കും ഭക്ഷണം കഴിക്കാൻ. അമ്മ ആദിയോട് പറഞ്ഞു. ആദ്യം ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് റൂമിലേക്ക് പോയി. അതിൽ നിന്ന് ഒരു ഉരുളെടുത്ത് അവൾക്ക് നീട്ടി. ഞാൻ കഴിച്ചോളാം, അവളൊരു വിറയലോടെ പറഞ്ഞു. നീ കഴിച്ചതിന്റെ ഗുണം ഞാനിപ്പോ കണ്ടതാ. മര്യാദ കഴിക്കടി, ആദി കനപ്പിച്ച് പറഞ്ഞു. അവൾ പേടിച്ച് കഴിക്കാൻ തുടങ്ങി. എനിക്ക് മതി. പകുതിയായപ്പോൾ അവൾ പറഞ്ഞു. ആദ്യം അവളെ രൂക്ഷമായി നോക്കി. അവൾ പേടിച്ച് വീണ്ടും വായ തുറന്നു. മൊത്തം അവളെ കൊണ്ട് കഴിപ്പിച്ചു. കഴിച്ചു കഴിഞ്ഞ് ഒരു ടിഷ്യൂ എടുത്ത് അവനവളുടെ ചുണ്ട് തുടച്ചു. അവന്റെ കൈകൾ ചുണ്ടിൽ തട്ടിയപ്പോൾ അവൾ വിറച്ചു. ഞാൻ തുടച്ചോളാം. അവൾ ടിഷ്യൂ പിടിച്ചു വാങ്ങി തുടച്ചു. ആദ്യം ഒരു കള്ളച്ചിരിയോടെ അവൾ നോക്കി പാത്രം എടുത്ത് പുറത്തേക്ക് പോയി. അവളുടെ മനസ്സ് വല്ലാതെ പിടച്ചു. ഈ സ്നേഹവും കരുതലും കാണുമ്പോൾ മനസ്സ് കൈവിട്ട് സാറിന് അറിയാതെ സ്നേഹിച്ചു പോകുന്നു. ഇല്ല, ആരുടെയും ഭാര്യയാവാൻ എനിക്ക് യോഗ്യതയില്ല. പോരാത്തിന് ഇതൊരു കരാറാണ്. 1 വർഷം കഴിഞ്ഞാൽ താൻ ഇവിടുന്ന് പടിയിറങ്ങണം. അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. അവളുടെ ഫീലിങ്സ് മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി. ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സ് ആദിയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അത് മറക്കാൻ അവൾ ആദിയോട് കൂടുതൽ അകലം പാലിക്കാൻ നോക്കി. പക്ഷെ ആദിയോട് എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം കനത്ത മഴ. റിയ കിച്ചണിൽ പക്കോട ഉണ്ടാക്കിയായിരുന്നു. അവളുടെ ഷാളിന് തീ പടർന്ന് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല. പെട്ടെന്നാണ് ആദിത്യം വന്ന് ഷാൾ പറിച്ച് ദൂരേക്ക് എറിഞ്ഞ്. റിയ! ആദ്യ അലറി. അവൻ അതിവേഗം അവളെ കെട്ടിപ്പിടിച്ചു. റിയ പകച്ചുപോയി. നിനക്ക് ശ്രദ്ധിക്കായിരുന്നില്ലേ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷെ ആ ശബ്ദത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു. റിയ അവനെ നോക്കി. എനിക്കൊന്നുമില്ല. ആദിത്യൻ ആദ്യമായിട്ടാണ് ആളോട് ഇത്രയും ശബ്ദമുയർത്തുന്നത്. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കിച്ചണിലെ പണിക്ക് ജോലിക്കാരുണ്ടെന്ന്. പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ? അവൻ വാക്കവിടെ നിർത്തി. റിയയുടെ ഹൃദയം പെട്ടെന്ന് വേഗത്തിൽ മിടിച്ചു. ആദിത്യന്റെ ഈ കരുതലിന് മുമ്പിൽ അവളുടെ സ്നേഹം പുറത്തു വരുമോ എന്ന് അവൾ ഭയന്നു. എപ്പോഴും ആ താരയുടെ അവകാശിയെ അവൾ ഒരുപാട് സ്നേഹിച്ചു. അത് മറച്ചു പിടിക്കാൻ അവൾ ദേഷ്യം ഭാവിച്ചു. എനിക്കെന്തെങ്കിലും സംഭവിച്ച സാറിനെന്താ? ഞാനാരാ? വെറുതെ അഭിനയിക്കാൻ വന്ന ഒരുത്തി. നിർത്തി, ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. നീ എന്റെ ആരും അല്ലെങ്കിൽ പിന്നെ നിനക്കെന്തിനാണ് ഈ താരി? അതിങ്ങ് അഴിച്ച. ആദിത്യൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഇല്ല, ഞാൻ ഈ താരി തരില്ല. ആൾ വിതുമ്പി. ഞാൻ നിന്റെ ആരുമല്ലല്ലോ, പിന്നെ നിനക്കെന്തിനാണ് ഈ താരി? അത് കേട്ടതും അവൾ താരിൽ മുറുകെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അത് കണ്ടപ്പോൾ ആദിത്യന്റെ മനസ്സ് നീറുന്ന പോലെ തോന്നി. റിയ, നീ വാ, ഞാനൊരു കഥ പറഞ്ഞുതരാം. അപ്പോൾ അവന്റെ ശബ്ദം ശാന്തമായിരുന്നു. അവൻ റിയയുടെ കൈകൾ പിടിച്ച് ടെറസിലേക്ക് കൊണ്ടുപോയി. 2 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് തൊഴുതിറങ്ങുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ അവൾ എന്റെ മനസ്സിൽ കയറി. ഭ്രാന്ത് പിടിക്കുന്ന പോലെ ഇഷ്ടം. അവിടുന്ന് അവളെ കുറിച്ച് അന്വേഷിച്ചറിഞ്ഞു. പിന്നെ അവൾ കോളേജിൽ പോകുമ്പോഴും വരുമ്പോഴും അവളെ കാണാൻ ഞാൻ പുറത്ത് കാറിൽ കാത്തിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും എന്നെ കണ്ടിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം തൊട്ട് അവൾ എവിടെയും കാണാതായി. എനിക്ക് ഭ്രാന്താവുന്ന പോലെ തോന്നി. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ വാർത്ത എന്റെ ഹൃദയം തകർത്തു. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അവളെ കയറി വന്നൊരു ചെകുത്താൻ, അവളുടെ അച്ഛന്റെ സുഹൃത്തിന്റെ മകൻ, അവളെ നശിപ്പിച്ചു. അവൾ ഹോസ്പിറ്റലിലാണെന്ന്. മകളുടെ ഭാവി പേടിച്ച് അവളുടെ അച്ഛൻ കേസിന് പോയില്ല. ആ സംഭവത്തിന് ശേഷം അവനാരും കണ്ടിട്ടില്ല. നാട് വിട്ടുപോയെന്ന് എല്ലാവരും കരുതി. പക്ഷെ ഇനിയൊരിക്കലും അവനാരും കാണില്ല. എന്റെ ഗോഡൌണിൽ പൂട്ടിയിട്ടിട്ട് ഇഞ്ചിഞ്ചായി എല്ലാ വേദന അനുഭവിപ്പിച്ച് അവനെ ഞാൻ കൊന്നു. ആ സംഭവത്തിന് ശേഷം മാനസികമായി തകർന്ന അവള് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയായി. ഇനിയൊരിക്കലും വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞ് ആരോ ചെയ്ത തെറ്റിനെ അവൾ സ്വയം ശിക്ഷിച്ചു. അവളുടെ അച്ഛൻ്റെ അടുത്ത് ഞാൻ വിവാഹാലോചന ഉണ്ടെന്നെങ്കിലും മോള് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കരഞ്ഞു. ഓഫീസിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഞാനൊരു ഒഫീഷ്യൽ മെയിൽ അയച്ചു. ഒരു മാറ്റമായിക്കോട്ടെ എന്ന് കരുതി വീട്ടിലുള്ളവർ നിർബന്ധിച്ചപ്പോൾ അവൾ ആ ജോലിക്ക് വന്നു. പിന്നീട് അങ്ങോട്ട് ഓഫീസിലേക്ക് പോകാൻ എനിക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ അച്ഛന് കിഡ്നി ഫെയിലാവുന്നത്. അതാലോചിച്ച് വിഷമിക്കുന്നവളെക്കാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നേരായ രീതിയിൽ കല്യാണം ആലോചിച്ച് അവൾ സമ്മതിക്കില്ലെന്നറിയാം. കാണിച്ച ചേറ്റത്തിലാണെങ്കിലും അവളെ സ്വന്തമാക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വളഞ്ഞ വഴി കാണിച്ചു. ഒരു കരാറിന്റെ പേരും പറഞ്ഞ് അവളെ അങ്ങ് കിട്ടി. ആ സാഹചര്യത്തിൽ അവൾ സമ്മതിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു, എന്തെങ്കിലും എന്നെ സ്നേഹിക്കുമെന്നും. ഇതൊക്കെ കേട്ട് റിയാകെ തരിച്ചു. എനിക്ക് സ്നേഹത്തിനുള്ള യോഗ്യതയില്ല, ഞാൻ നശിച്ചവള. റിയ നിലത്തേക്കിരുന്ന് കരഞ്ഞു. ഒരിക്കലുമല്ല, ഏതോ ഒരു ചെകുത്താൻ നിന്നെ നിന്റെ സമ്മതമില്ലാതെ പിച്ച് ചീന്തി. അതെങ്ങനെ നിന്റെ തെറ്റാവും? അതിന് നീ സ്വയം ശിക്ഷിക്കുന്ന എന്തിനാ? നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും നീ എന്റെ മാത്രമാ. അതിനൊരു മാറ്റവും. ഈ താലി ഞാൻ കെട്ടിയത് ഒരു കരാറായിട്ടല്ല റിയ, എന്റെ ജീവനേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നോണ്ടാ. നീ ഇതൊക്കെ അറിഞ്ഞാലും ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം. അതാണ് ഞാനൊരു കരാറിന്റെ പേര് പറഞ്ഞത്. നിനക്കങ്ങനെ സംഭവിച്ചെന്നറിഞ്ഞപ്പോഴാ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞത്. ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ? നീ അനുഭവിച്ച വേദനയോർത്ത്. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇടിപ്പെടേ. എന്റെ ജീവിതത്തിൽ ഒന്നിനെയും ഞാനിങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എന്നെ വിട്ട് പോലെടി. ആദിത്യന്റെ കണ്ണുകൾ നിറഞ്ഞു. റിയ കരഞ്ഞുകൊണ്ട് അവന്റെ കാലിൽ വീണു. ആദിത്യൻ അവളെ പിടിച്ചെണീപ്പിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മുഖമാകെ ഉമ്മകൾ കൊണ്ട് മൂടി. സർ, അവൾ നാണത്തോടെ വിളിച്ചു. സാറോ? ഏട്ടാന്ന് വിളി. അവിടെ ഒരു സാറ് വിളി. ഏട്ടാ. ആ വിളിയിൽ അവന്റെ മനസ്സ് നിറഞ്ഞു. രാത്രി അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് അവൻ കിടന്നു. ഞാൻ ആദ്യമായിട്ടൊന്നുമില്ല നിന്നിങ്ങനെ നെഞ്ചോടി ചേർക്കുന്നത്. ദിവസം രാത്രി നീ ഉറങ്ങിയ നിന്നെ ഞാൻ നെഞ്ചോടി ചേർക്കും, ഉമ്മ വയ്ക്കും. അവൾ നാണത്തോടെ അവനെ നെഞ്ചിൽ മുഖം കുളിപ്പിച്ചു. ഇനി ഞാൻ കുറേ നാളുകൾക്ക് ശേഷം സമാധാനത്തോടെ ഉറങ്ങും. ഓരോ രാത്രി ആ ചെറുത്താൻ്റെ മുഖം മനസ്സിൽ വരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നും. അവന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ച്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടിയല്ലോ. ഇനി ഈ ഭൂമിക്ക് ഭാരമായിട്ട് അവനില്ലല്ലോ. ഇനി എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആദ്യം അവളെ തന്നിലേക്ക് കുറച്ചുകൂടെ അടുപ്പിച്ച് മുഖം കൈക്കുമ്പിളിലാക്കി. ഇനി ഈ കണ്ണുകൾ ഒരിക്കലും നിറയരുത് രമി. നിന്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. ആദ്യം അവളെ ഉമ്മകൾ കൊണ്ട് മൂടി. ഇനി അവൾ ജീവിക്കട്ടെ, ആദിയുടെ മാത്രം റിയായിട്ട്. അവൾ തുടങ്ങിയത് ഒരു കരാറിലായിരുന്നെങ്കിലും അവളുടെ ഹൃദയം അവസാനിച്ചത് പ്രണയത്തിലായിരുന്നു.